മുഖ്യമന്ത്രി വി ഡി സതീശനെ ആദ്യം തന്നെ പ്രതിരോധത്തിലാക്കാൻ CPM നേതൃത്വം കാണിക്കുന്ന തത്രപ്പാട് കാണുമ്പോൾ ചിരിയാണ് വരുന്നത്. കാരണം അഴിമതിയിൽ മുങ്ങിക്കുളിച്ചപ്പോൾ പ്രബുദ്ധ കേരളത്തിന്റെ ജനാധിപത്യ വിശ്വാസികൾ പിടിച്ചു പുറത്താക്കിയ ഒരു പാർട്ടിയുടെ നേതാക്കൾ ദിവസം 40 കഴിയുമ്പോഴേക്കും എങ്ങനെ പുണ്യാളന്മാരായി മാറിയത് നോക്കി ചിരിക്കുകയാണ് ജനങ്ങൾ. മുഖ്യമന്ത്രി വി ഡി സതീശൻ 10 പൈസ ആരോടെങ്കിലും വാങ്ങിയെന്നോ അല്ല കരാറിൽ കേരളത്തിന് വിരുദ്ധമായിട്ട് എന്തെങ്കിലും ചെയ്തോ എന്ന് ചോദിച്ചാൽ ഒന്നുമില്ല. പിന്നെ നടത്തുന്ന സതീശൻ വിരുദ്ധ ആക്രമണങ്ങൾ വെറും പ്രഹസനം മാത്രമാണ്. അതായത് AKG സെന്ററിൽ നിന്നും എടുത്ത തീരുമാനം വിവിധ നേതാക്കൾ ചേർന്ന് നടപ്പിലാക്കിക്കൊണ്ടിരിക്കുകയാണ്. ആദ്യം ജോൺ ബ്രിട്ടാസ് പറയുന്നു വി ഡി സതീശൻ മംഗലാപുരത്ത് പോയി കണ്ടത് അദാനിയുടെ മാനേജറെ ആയിരുന്നു എന്നുള്ളത്. വോട്ടെടുപ്പ് കഴിഞ്ഞ റിസൾട്ട് വരുന്നതിന് ഒരാഴ്ച മുൻപ് മൂകാംബിക ദർശനത്തിനിടയിൽ മംഗലാപുരത്ത് വെച്ച് കണ്ടത് ആരെയാണെങ്കിലും അന്ന് വി ഡി സതീശൻ മുഖ്യമന്ത്രിയാകും എന്നതിന് എന്തെങ്കിലും സൂചന ഉണ്ടായിരുന്നു. വീണ്ടും അധികാരത്തിൽ വരുമെന്നും 12-ാം തീയതി പന്തലിടാൻ കരാറും നൽകിയ പിണറായി വിജയൻ ഭരണമുറപ്പിച്ചപ്പോൾ വി ഡി സതീശനെ വിളിച്ച് ആരെങ്കിലും ചർച്ച നടത്തുമോ? ഇനി KK രാഗേഷ് പറയുന്നത് അദാനിക്ക് വേണ്ടിയാണ് സതീശൻ ദിവ്യ S അയ്യരെ തുറമുഖം വകുപ്പ് സെക്രട്ടറി സ്ഥാനത്തു നിന്നും മാറ്റിയത് എന്നുള്ളതാണ്. നമുക്കറിയാം ദിവ്യ S അയ്യർ എന്ന് പറയുന്നത് സതീശന്റെ രാഷ്ട്രീയ ഗുരുവായ G കാർത്തികേയന്റെ മകന്റെ ഭാര്യയാണ്. അങ്ങനെ അഴിമതി നടത്താനെങ്കിൽ സ്വന്തം വീട്ടിലെ അംഗത്തെ പോലെ കാണുന്ന ദിവ്യയെ നിയമിച്ചാൽ ആണല്ലോ പരാതി കൂടുതൽ വരേണ്ടത്. അതും കാടടച്ച് വെടിവെക്കലാണ്. ഇനി മറ്റു പല നേതാക്കൾ പലരും പറയുന്നത് വി ഡി സതീശൻ തന്നെയാണ് തുറമുഖം, നിയമം, പൊതുഭരണം എന്നിവ കൈവശം വെക്കുന്നു എന്നുള്ള കാര്യം. കഴിഞ്ഞ തവണ മുഖ്യമന്ത്രിയായിരുന്ന പിണറായി വിജയൻ 25-ലേറെ വകുപ്പുകളായിരുന്നു കൈവശം വെച്ചിരുന്നത്. എന്നാൽ മുഖ്യമന്ത്രിക്ക് പുറമെ ഘടകകക്ഷികളിൽ കഴിഞ്ഞ തവണ മാണി ഗ്രൂപ്പ് കൈവശം വെച്ചിരുന്നതോ ധനവും അതുപോലെ തന്നെ K ബാബു എന്ന കോൺഗ്രസ് നേതാവ് കൈവച്ചിരുന്നത് തുറമുഖ വകുപ്പുമായിരുന്നു. ഇത് രണ്ടുമാണ് സതീശൻ ഏറ്റെടുത്തത്. അല്ലാതെ ഘടകകക്ഷികൾക്ക് കോൺഗ്രസ് കൊടുത്തിരുന്ന വകുപ്പല്ല തുറമുഖം. അല്ലാതെ മുഖ്യമന്ത്രി തന്നെ ഏറ്റെടുത്തെന്ന് വിചാരിക്കുക. അതിന് എന്താണ് തെറ്റുള്ളത്? ഒരു സർക്കാരിന്റെ മുഖച്ഛായ വർദ്ധിപ്പിക്കുന്നതും തകർന്നു പോകാതെ നിർത്തുന്നതും മുഖ്യമന്ത്രിയുടെ ഉത്തരവാദിത്തം ആണെന്നിരിക്കെ ഏത് വകുപ്പും അദ്ദേഹത്തിന്റെ നിയന്ത്രണത്തിൽ ഉണ്ടാകുന്നതിൽ തെറ്റ് പറയാൻ കഴിയില്ല. മാത്രമല്ല വിഴിഞ്ഞം എന്ന ഉമ്മൻചാണ്ടിയുടെ സ്വപ്ന പദ്ധതി സതീശന്റെ കൂടി സ്വപ്ന പദ്ധതിയായിരുന്നു. അദ്ദേഹത്തിന് വ്യക്തമായ കാഴ്ചപ്പാടുണ്ടാകാം. അതിനുവേണ്ടി 27,000 കോടി രൂപയുടെ പദ്ധതിയാണ് നടപ്പിലാക്കിയിരിക്കുന്നത്. ഇത് ലോകത്തിലെ തന്നെ ഏറ്റവും മികച്ച പദ്ധതിയാണ് എന്ന് കണ്ടെത്തിയിട്ടാണ് ലോകോത്തര കണ്ടെയ്നർ കമ്പനിയായ MSC 13,000 കോടി രൂപ മുടക്കാൻ വരെ തയ്യാറായത്. അങ്ങനെ കേരളത്തിന്റെ വികസനത്തിന് വേണ്ടി കോടികൾ ഒഴുക്കുന്നു എന്ന് പറയുമ്പോൾ അതിൽ കൈയിട്ട് വാരാൻ തങ്ങൾ ആ ഭരണകസേരയിൽ ഇല്ലാതായി പോയല്ലോ എന്ന വിഷമത്തിലാണ് ഈ സഖാക്കളുടെ കൂട്ടക്കരച്ചിൽ. ഉമ്മൻചാണ്ടി കൊണ്ടുവന്ന ഒരു പദ്ധതിയെ കടൽക്കൊള്ള എന്ന് വിളിച്ചിട്ട് പിന്നീട് ഭരണത്തിലേറിയപ്പോൾ അത് തുടർന്നത് CPM-കാരുടെ ഇരട്ടത്താപ്പായിരുന്നു. എന്നിട്ടും ആ പദ്ധതി പൂർണ്ണമായിട്ടും യാഥാർത്ഥ്യമാക്കാൻ 10 കൊല്ലം ഭരിച്ചിട്ടും പിണറായി വിജയന് സാധിച്ചിട്ടില്ല. പക്ഷേ വി ഡി സതീശന്റെ സർക്കാർ വന്നതിന് ശേഷമാണ് അതിന് ജീവൻ പോലും വെച്ചത്. പിണറായിയുടെ കാലത്ത് ചെയ്തിരിക്കുന്നത് പോലെ ഇഷ്ടമുള്ളതുപോലെ ഓഹരി വിറ്റ് ആളെ ചേർക്കാൻ സതീശൻ സമ്മതിച്ചിട്ടില്ല. കരാറിൽ പറയുന്ന വിരുദ്ധമായി ഏതെങ്കിലും തരത്തിലുള്ള ഇടപെടലോ ലംഘനമോ ഉണ്ടാകരുത് എന്ന് അദാനിക്ക് താക്കീത് നൽകുക മാത്രമല്ല അത് കൈയോടെ തിരുത്തിപ്പിക്കുകയും ചെയ്തിരിക്കുന്നു. സാക്ഷാൽ നരേന്ദ്രമോദിക്കും പിണറായി വിജയനെ കൊണ്ട് സാധിക്കാതാണ് സതീശൻ ചെയ്തിരിക്കുന്നത്. ഈ കരാറിൽ പണം അപഹരിക്കപ്പെട്ടിട്ടുണ്ടെങ്കിൽ അതിൽ അന്വേഷണം ആവശ്യപ്പെടാവുന്നതാണ്. അതിനു പകരം ഏതൊരു പദ്ധതിയും വരുമ്പോൾ ഉണ്ടാക്കുന്ന ഈ അനാവശ്യ വിവാദം ഇതിലും തുടരുകയാണ് CPM നേതാക്കൾ. ഇത് പാർട്ടി കമ്മിറ്റി കൂടി കേരളത്തിലെ മുഴുവൻ നേതാക്കൾക്കും നിർദ്ദേശം നൽകുകയായിരുന്നു CPM. വിഴിഞ്ഞ വിഷയത്തിൽ സതീശനെ ആക്രമിക്കുക എന്നുള്ളത്. വികസനത്തിന്റെ പേര് പറഞ്ഞ 10 വർഷക്കാലം കോടികൾ കെട്ടുമുടിച്ച് 6 ലക്ഷം കോടി രൂപ ഖജനാവിന് കടമാക്കി പടിയിറങ്ങി പോകേണ്ടി വന്നവർ ഇപ്പോൾ കാണിക്കുന്ന ഈ വികസന വിരോധം കേരളം നന്നായി തിരിച്ചറിഞ്ഞു കഴിഞ്ഞു. ഏതായാലും അഴിമതി ഉണ്ടെങ്കിൽ പിടിക്കുക, അനാവശ്യ സമരം ഒഴിവാക്കുക എന്ന താക്കീത് പ്രവർത്തകർ തന്നെ CPM നേതാക്കൾക്ക് നൽകി കഴിഞ്ഞു.